ജ്യോതിശാസ്ത്രം പോലുള്ള ശാസ്ത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത കാലഘട്ടത്തിൽ, അതായത് 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു. ആകാശത്തെ നാം നമ്മുടെ ശക്തിയാൽ സൃഷ്ടിച്ചു. നിശ്ചയം നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സൂക്തത്തിലെ ആകാശം എന്ന വാക്ക് വിവിധ സന്ദർഭങ്ങളിൽ ശൂന്യാകാശം, പ്രപഞ്ചം എന്നിവയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയും അതേ അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രപഞ്ചം വികസിക്കുന്നുവെന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ശാസ്ത്രം ഇത് കണ്ടെത്തിയത് വളരെ സമീപകാലത്ത് മാത്രമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭഘട്ടം വരെ ശാസ്ത്രലോകം ധരിച്ചിരുന്നത് പ്രപഞ്ചത്തിന് ഒരു സുനിശ്ചിത സ്വഭാവമുണ്ടെന്നും ആരംഭസ്ഥിതിയിൽ നിന്ന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുമായിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഗവേഷണ നിരീക്ഷണങ്ങളുടെ ഫലമായി പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടായിരുന്നുവെന്നും അത് വികസിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നും ശാസ്ത്രലോകം മനസ്സിലാക്കി. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ റഷ്യൻ ഊർജതന്ത്രജ്ഞനായ അലക്സാണ്ടർ ഫ്രീഡ്മാനും ബെൽജിയൻ പ്രകൃതിശാസ്ത്രജ്ഞനായ ജോർജ് ലമൈറ്ററും പ്രപഞ്ചം ഒരു നിശ്ചിത തോതിൽ ചലിക്കുന്നുവെന്നും വികാസം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നും സൈദ്ധാന്തികമായി തെളിയിക്കുകയുണ്ടായി. 1929-ൽ ഈ വസ്തുത നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടു. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ എഡ്വിൻ ഹബിൾ ടെലസ്കോപ്പിന്റെ സഹായത്തോടെ വാന നിരീക്ഷണം നടത്തി നക്ഷത്രങ്ങളും താരസമൂഹങ്ങളും നിരന്തരം തമ്മിലകന്നുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തുകയുണ്ടായി. ഈ ബ്രഹ്മാണ്ഡത്തിലെ ഓരോന്നും പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നുവെന്നത് പ്രപഞ്ചം വികസിക്കുന്നു എന്നതിന് തെളിവാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ ഈ നിഗമനങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടു. ഈ വസ്തുതകൾ ശാസ്ത്രീയമായി കണ്ടുപിടിക്കുന്നതിന് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആൻ വെളിപ്പെടുത്തുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ ദൈവത്തിന്റെ വചനങ്ങളാണ് എന്നതുകൊണ്ടാണ് ഇത് സാധ്യമായത്. പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ ദൈവം സർവജ്ഞനാണല്ലോ.